നമ്മുടെ ചാനൽ 100K അടിക്കാൻ വേണ്ടിട്ട് ഗെയിമിംഗ് വിത്ത് വാഴ 100 രൂപ കൊണ്ടേ കാണിക്കിട്ടു. എടാ നീ എന്റെ വീഡിയോസ് ഒന്നും കാണാറില്ലേ? എടാ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടാൽ മതി, ഓൺ ദ സ്പോട്ട് അനുഗ്രഹം. നീ 100 രൂപ കൊണ്ടേ കളഞ്ഞല്ലോ ചെക്ക. അത് എനിക്ക് അയച്ചുതരായിരുന്നില്ല നിനക്ക് സംശയം ഉണ്ടാ? അനുഗ്രഹങ്ങൾ കിട്ടിയ ഓരോ കാര്യങ്ങൾ കേട്ടതിന് സംശയം. ഞാൻ വേറെ കമന്റ്സ് കാണിച്ചു തരാം. ഫസ്റ്റ് പറയണേക്ക്, എന്റെ വീട്ടിലെ കോഴി മുട്ട ഇട്ടു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഞാനല്ലട്ടാ, നമുക്ക് വേറെ കമന്റ് നോക്കാം. റനീഷ, നല്ല മഴ ലഭിച്ചു ഫ്രം ദുബായ്. കേട്ടാ, മരുഭൂമിയിൽ വരെ മഴ പെയ്യിക്കാൻ നമ്മുടെ ചാനലിന് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ചാനല്. മഹീർ കബീർ, പുള്ളി എന്താ പറയണത്? വെള്ളപ്പൊക്കമായി കിടപ്പാടം പോയി. ആ കമന്റ് വേണ്ട. ഈ കമന്റ് വായിച്ചാൽ ശരത്തിന് ശ്രീതു സെറ്റാവും. പിന്നെ ഇതിലൊന്നും വിശ്വാസമൊന്നുമില്ല. സോണിയ ഒരു തവണ അയച്ചാൽ മതിയാ. നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 38 റിയാക്ട് ചെയ്തിട്ട് വരാം. 37-ാം ദിവസം ഇന്ന് മോർണിംഗ് സോങ് ഇല്ലേ? മോർണിംഗ് സോങ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴേക്കും ഇവര് കരയണത് കേൾപ്പിച്ചിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ബിഗ് ബോസ് ഇല്ല, ഞാൻ പറയില്ല. ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര അടിയുണ്ടാക്കാനുള്ള സാധനം ജിൻഡോ പറയാണ്. എന്തായാലും ഇത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ. നടിയുടെ പെരുന്നാളായിരിക്കും. അടിയുടെ പെരുന്നാളായിരിക്കും. ഇത് കണ്ടോ, നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്. അത് കഴിഞ്ഞ് പവർ ടീം വിളിച്ച മീറ്റിംഗ് ആയിരുന്നു. പവർ ടീം എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ക്യാപ്റ്റനെ ബഹുമാനിക്കാത്തത് കർശന നടപടികൾക്ക്. ഓക്കെ, ക്യാപ്റ്റനെ ബഹുമാനിക്കാത്തത് കർശന നടപടിയിലേക്ക് നീങ്ങും. ജയ് ബിഗ് ബോസ് ഹൗസ്. ജയ് ബിഗ് ബോസ് ഹൗസ്. എന്നെ പല വട്ടം വിളിക്കാറുള്ളത് ഇക്ക. നമ്മുടെ ജിൻഡോക്ക് എന്തോ പരാതി പറയാണ്ടിട്ടാ, കേട്ടോക്കാം. ഇപ്പൊ അതൊക്കെ വിളിച്ചെന്താ? പുള്ളി. പുള്ളിന്ന് വിളിച്ചതിന് പരാതിയാ? പുള്ളി ക്യാപ്റ്റൻ ഓർ പേര് ജിൻഡോ. അല്ല ജിൻഡോ ചേട്ടാ, പുള്ളിപ്പുലി എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? 2 ദിവസത്തേക്ക് ജാസ്മിനോടൊന്ന് മര്യാദക്ക് സംസാരിക്കും. രശ്മിൻ ഇന്നലെ പറഞ്ഞു ജാസ്മിനെ ചൊറിയരുത്. ഞങ്ങളും കേട്ടതാ. കാല് പിടിച്ചാൽ നിലത്തടിച്ചാനെ. അങ്ങനെ പറയേണ്ട നിലത്തടിച്ചാനെ. ജിൻഡോനെ കുഴി ചാടിച്ച ഈ ഡയലോഗ് ജിൻഡോക്ക് പറഞ്ഞു കൊടുത്ത ആരാന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇനിയും തലേ കയറി ഞാൻ കാലേ നിലത്തടിക്കും. ജിൻഡോ കാലേ വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞത് റെസ്പെക്റ്റോടെ അല്ല. ജാസ്മിന്റെ പരാതി ജിൻഡോ കാലേ വാരി നിലത്തടിക്കുന്നു പറഞ്ഞു. എന്ത് പരാതിയാടേ? അതിനെതിരെയുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും അടിച്ചേനെ എന്ന് പറഞ്ഞത് എങ്ങനെ അടിക്കും എന്നായെന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്ക്സ്. നിങ്ങൾ ജിൻഡോന് എന്തെങ്കിലും പരാതി ഉണ്ടോ? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താനൊന്ന് പോടോന്നാണ്. എന്നെ പോടോന്ന് വിളിച്ചു. അതായത് തല ഇറങ്ങി വീഴുക. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മൾ തിരിച്ചു വിട്ടു. കുറച്ചു നേരം അവരോട് സംസാരിച്ച് പിന്നെ ഫുൾ ആക്റ്റീവായിട്ട് ഇവിടെ നടക്കാം. ഇങ്ങനെയുള്ള നാടകങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ജിൻഡോടാ, ഗബ്രിൻ ജാസ്മിനും നാടകം കളിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഇനി എടുത്ത് പറയണ്ട. ജിൻഡോ ചേട്ടന്റെ കയ്യിന്ന് ശരിക്കും പോയത് ഗബ്രിക്കും ജാസ്മിനും തന്നെയാണ്. നടന്ന സംഭവങ്ങളിൽ ഈ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തം. ഇപ്പൊ സാധാരണ ഒരാൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം എടുക്കും അതിൽ നിന്ന് റിക്കവർ ആയി വരാൻ. പക്ഷെ ചില ആളുകൾ, അതും ബിഗ് ബോസ് ഹൗസിൽ കാണുന്ന ചില ആളുകൾ, സംഭവങ്ങളിൽ ഈ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തം. ഇപ്പൊ നമുക്ക് ഹാർട്ട് ബ്രേക്ക് വന്ന ജാസ്മിൻ ഇന്നലെ ബിഗ് ബോസ് എനിക്ക് ഇനി ആ വീട്ടിൽ പോണ്ട, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ബിഗ് ബോസേ പറ്റില്ല. ഇന്ന് ജിൻഡോ എന്നെ കാലേ വാരി നിലത്തടിക്കുന്നു പറഞ്ഞു. നാടകമായിരുന്നെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ആളുകൾ ഓക്കെ ആവുന്നതിനെയാണ് ഞങ്ങൾ കരച്ചിൽ നാടകങ്ങൾ എന്ന് വിളിക്കാറ്. നമുക്കൊരു ഇതുണ്ടല്ലോ, പുറത്താണെങ്കിലും ഇന്ന പരിധി വരെ ഇന്ന സ്റ്റേഷൻ. സോ ജാസ്മിൻ ഇന്നലെ കാണിച്ചത് ഒരു കരച്ചിൽ നാടകമാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ടോ? ജിൻഡോ അല്ലല്ലോ ഇവിടുത്തെ സൈക്കോളജിസ്റ്റ്. ഗബ്രി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മുംബൈയിലുള്ള അത്രയും വലിയൊരു സൈക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനിലേക്ക് നമ്മളെ വിടണമെങ്കിൽ മുംബൈയിൽ നിന്ന് സൈക്കോളജിസ്റ്റ് വന്നാ നിനക്ക് വേണ്ടിയാ? ഒന്ന് പോയടാ. മുംബൈക്കാരൻ സൈക്കോളജിസ്റ്റ് എന്നായിരിക്കും, അല്ലാണ്ട് നിനക്ക് വേണ്ടിട്ട് ഒരാൾ അവിടെ നിന്ന് വരുത്തല്ലേ. ചെന്നൈയിലൊന്നും സൈക്കോളജിസ്റ്റ് ഇല്ലേ? കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കണമല്ലോ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ടിബിൻ പറഞ്ഞു ഈ ടോപ്പിക് ഇനി അധികം ചർച്ച ചെയ്യേണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട. അൻവാണി ഇവിടെ തല ഇറങ്ങി വീണപ്പോൾ മറ്റേ അർജുൻ എടുത്തു. അപ്പൊ ജിൻഡോ പറഞ്ഞു ജാന് തലയിറങ്ങി വീണപ്പോ അർജുൻ പറഞ്ഞു അത് അഭിനയമാണെന്ന്. അപ്പൊ അതേപോലെ തന്നെ ഗബ്രി തലയിറങ്ങി വീണപ്പോ ഞാനത് അഭിനയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ വ്യക്തിഹത്യാവാ? ശരിയാണല്ലോ. ഞാൻ മറക്കാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ക്യാപ്റ്റനോട് പറയാ. എനിക്ക് മാത്രമാണ് ഈ നോറയുടെ സൗണ്ട് കേൾക്കും ഭയങ്കര അരോചകം തോന്നണേ. നിനക്കുണ്ടാ? മനസ്സിലായി ഞങ്ങളുടെ മെന്റൽ കണ്ടീഷൻ എത്രത്തോളം മോശമാണെന്ന്. ഭയങ്കര മെന്റൽ കണ്ടീഷൻ തന്നെയാണ്. സ്റ്റിൽ അയാളത് നാടകം എന്ന് പറയുന്നത് അയാളുടെ ചീപ്പ് ഷോ കേടുമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇത്ര വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇതിനെന്തിന്റെ അസുഖ? എന്തിന്? ഞാൻ ഓക്കെയാണ്.
ജാസ്മിൻ രശ്മിനോട് നീ എന്തിനാണ് അയാളോട് പോയിട്ട് എന്നെ ഒഴിവാക്കാനൊക്കെ പറഞ്ഞേ? എന്തിനാ പറഞ്ഞേ? നീ ഓക്കെ ആയി ഇപ്പോഴാണ് എന്തിന്? ഞാൻ ഓക്കെ ആടി. നീ പെട്ടെന്ന് നോക്കിയാ ഈ തെണ്ടി ഒന്ന് ചിരിച്ചപ്പോഴേക്ക് നീ ഓക്കെ ആയി. ഇതിൽ അഭിനയിക്കുന്നവരൊക്കെ അങ്ങനെയാ. ഇതിങ്ങനെ കളിക്കുമ്പോഴേക്കും ക്യാരക്ടറിൽ നിന്ന് തിരിച്ചു വരാനുള്ള കഴിവ് അവർക്കുണ്ട്. നിനക്കത് ഇന്നലെ എന്തായിരുന്നു നാടകം? എത്തിക്സ് ഇല്ലാതെ കളിക്കാന്നുള്ള കാര്യം എനിക്കറിയാം. നിനക്ക് നല്ല എത്തിക്സാ. ചിരിപ്പിച്ച് കൊല്ലും പന്നി. നമ്മുടെ പൂജ എന്തോ മറ്റേ ബോർഡിൽ എഴുതുന്നുണ്ട്. ശരണ്യ നീ അത് പൊളിക്കോ? അല്ല വന്നത്തെ അപ്പൊ BB കോർട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവം പവർ ടീം ഇംപ്ലിമെന്റ് ചെയ്യാണ്. അതായത് പരാതിക്കാർക്കും അതേപോലെ തന്നെ പ്രതിക്കും രണ്ടുപേർക്കും അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കാം, എന്നിട്ടൊരു ശിക്ഷ അതിൽ നിന്ന് നടപ്പാക്കും. ഇത് കോൺസെപ്റ്റ് എഴുതി വെക്കാനുള്ള ബോർഡല്ല, നിങ്ങൾ അത് വായിക്കണം. ജാസ്മിൻ അപ്പൊ എടുത്ത വഴിക്ക് തന്നെ പറയാണ്, ഇത് ശിക്ഷ എഴുതാൻ മാത്രമുള്ള ബോർഡാണ്, ഇതിൽ നിങ്ങളുടെ ഈ അറിയിപ്പൊന്നും എഴുതി വെക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്ലിയർ ചെയ്യുകയാണ്. തെറ്റ് പറ്റിയ സിബിനും പൂജയും പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, വി ആർ റിയലി സോറി, ഞങ്ങൾ ഇപ്പൊ തന്നെ അത് സോൾവ് ചെയ്ത് തരാന്ന് പറഞ്ഞപ്പോ ജാസ്മിൻ, നിങ്ങൾ ഈ 24/7 കണ്ടു വന്നിട്ടും നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഓക്കെ, തെറ്റാർക്കും പറ്റും, ക്ഷമിച്ചിരിക്കുന്നു എന്ന് വലിയ ഓവർ സ്മാർട്ട് കളിച്ചു. മനസ്സിലായ അഭിക്ഷേപ് ബി ലൈക്ക്, എന്തിനാണ് ഇതിന് ഈ ഒച്ചയെടുക്കുന്നേ? ഇതെന്ത് തേങ്ങിയത്? സോറി പറഞ്ഞാലും കുറ്റം, പറഞ്ഞില്ലെങ്കിലും കുറ്റം. തെറ്റായി തോന്നിയെന്ന് ജസ്മിൻ എന്ത് ഉറപ്പ് പറയാൻ? എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അതേ ഇപ്പൊ രശ്മിന് സിബിൻ പറഞ്ഞു കൊടുക്കാണ് ജാസ്മിൻ ചെയ്യണ കാര്യങ്ങള്. വാരി നിലത്തടിച്ചേനെ. ഓക്കെ, ജസ്മിൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കേട്ടു, അല്ലെങ്കിൽ അവളെ ഞാൻ ഇപ്പൊ റെഡിയാക്കിയാണ്. ഇപ്പൊ രശ്മിന് കാര്യം മനസ്സിലായി. അയാളെ ഇന്ന് അവൾ അവിടെ ഇട്ട് തേജോവധം ചെയ്തു. അതിപ്പോ സിബിൻ ജിൻഡോനോട് പറയണ, ജിൻഡോ ചേട്ടാ നിങ്ങളെ ഞങ്ങൾ കുറ്റവിമുക്തനാക്കും, കോർട്ടിൽ വന്ന് എല്ലാവരോട് അഭിപ്രായം ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ആൾക്കാരും വോട്ട് ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും ജിൻഡോ അത് മതി. കൂടുതൽ ആരുടെ ഭാഗത്താണോ ന്യായമെന്ന് പറയുന്നത് അയാൾ ജയിക്കും. ഇതൊക്കെ നടന്നു കണ്ടാ മതി. ലാസ്റ്റ് ജിൻഡോ ചേട്ടന് ഈ ഒരു ചെറിയ കാര്യത്തിന് ശിക്ഷ കിട്ടാനുള്ള എല്ലാ വഴിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പവർ റൂമായി വന്നപ്പോ ഇങ്ങനെ കാണിക്കേണ്ട ഒരു സാധനം കണ്ണ 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 ശ്വാസം എടുക്കാനെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കണേ. ഇതിനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റില്ല, കാരണം മനസ്സിലാവണമെങ്കിൽ വരെ ഒരു മിനിമം കോമൺ സെൻസ് വേണം, അത് ഇവർക്കില്ല. അതില്ലാത്തവരോട് സംസാരിക്കാൻ പോകരുത്, അതാണ് നല്ലത്. നമ്മളത് അംഗീകരിച്ചും സമ്മതിച്ചും ഞാൻ കൊടുക്കുന്നത് നമ്മുടെ വലിയ മനസ്സ്. വലിയ മനസ്സ് തന്നെ ജാസ്മിന്. അംഗീകരിക്കുന്നില്ല, ഞാൻ ചോദ്യം ചെയ്യും. പറയുന്നത് പറഞ്ഞോട്ടെ. കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിനാണ് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ പോണെ. ശരണി ചേച്ചി അവിടെ പറഞ്ഞ അയാൾ പറഞ്ഞത് തെറ്റാണ്. പ്രധാന കോമഡി എന്താന്ന് വെച്ചാലേ, ഇന്നലെ മരിച്ചു കരഞ്ഞ് വീട്ടിൽ പോണെന്ന് പറഞ്ഞ ആളുടെ ഫേസ് നോക്കിപ്പോ പവർ ടീം തന്നെ പറയുന്നു അയാൾ ചെയ്തത് തെറ്റാണ്. ക്യാപ്റ്റനും പവർ ടീമും ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഇത് തീർന്നു. തിരിച്ചു കയറിയവരുടെ കൂടെ എന്ത് ഇവിടത്തെ ജനാധിപത്യം അവിടെ അവസാനിച്ചു. പിന്നെ സ്വേച്ഛാധിപത്യം. കഴിഞ്ഞ ക്യാപ്റ്റനും പവർ ടീമും അടയും ചക്കരയായിരുന്നു, അപ്പൊ അത് സ്വേച്ഛാധിപത്യം എന്ന് സമ്മതിച്ച. പിന്നെ സ്വേച്ഛാധിപത്യം എന്നിവര് പറയുന്ന സത്യത്തിൽ ഈ സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞ എന്താ സംഭവം? അതിന്റെ മീനിങ് അറിയോ? പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവനവൻ ചെയ്തതിന്റെ ഫലം അവനവനാണ് അനുഭവിക്കുന്നത്. നമുക്ക് ശ്രീരേഖ ചേച്ചി നിങ്ങൾ തന്നെയാണ് പറയണേ, കൊള്ളാം, ഇത്തിരി ബുദ്ധി വെച്ചിട്ടുണ്ട്. തന്നെ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അത് അലോസരം ഉണ്ടാക്കും. സത്യം, നല്ല അലോസരം ചേച്ചി. ഇന്നലെ എത്ര മണിക്കൂർ പോയി, ബിഗ് ബോസിന്റെ സമയം പോയി, ഇതൊന്നും ഇവര് ഞങ്ങളുടെ സമയം പോയിന്ന് എന്ത് വെറുപ്പിക്കലായിരുന്നു. പൻസി പറയണ് ഇവിടെ എല്ലാവർക്കും ഒരേ സൈക്കോളജിസ്റ്റ് തന്നെ വരാം, രണ്ട് ഗബ്രിക്ക് മാത്രം അങ്ങ് ദുബായിൽ നിന്നും വരേണ്ട കാര്യമൊന്നും ഇല്ല. അല്ലാതെ ഒരാൾക്ക് മാത്രം മുംബൈയിൽ നിന്ന് വന്നു, ഒരാൾക്ക് ചെന്നൈയിൽ നിന്ന് വന്നു, ഒരാൾക്ക് കൊച്ചിയിൽ നിന്ന് വന്നൊന്നും ഇല്ല. ചെന്നൈന്നുള്ള കണക്കൊന്നും പറഞ്ഞില്ല, ആകെ പറഞ്ഞുള്ളത് മുംബൈയിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റിനെ വിളിച്ച് വളച്ചൊടിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനും പറഞ്ഞു എനിക്ക് ഒപ്പീനിയൻ പറയാൻ പാടില്ല, ഞാൻ ഒപ്പീനിയൻ പറയാൻ മനസ്സിലാ. നീ പോടാന്ന് പറഞ്ഞ പോവാനല്ല, പോവാനല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റണോ അഞ്ചു? എന്റെ ഒരു അഭിപ്രായത്തില് ഇവന് ചിലപ്പോ മുംബൈയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നാ പോരാ, വല്ല അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം. അവന് മാത്രം ഇവിടെ കൺസിഡറേഷൻ ഒന്നും ഇല്ല, ഇവിടെ എല്ലാവർക്കും ആ ഒരേ ഒരു സൈക്കോളജിസ്റ്റ് തന്നെ ഉള്ളത്. ഇന്നലെ കണ്ടിട്ട് വലിയ കുറവൊന്നുമില്ലല്ലോ. ഞാൻ അൻസിബിനോടാണ് പറഞ്ഞത്.
നിനക്ക് കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ചേച്ചിക്ക് ഇല്ലാത്ത നാണെ എനിക്ക് എന്തിനാ ചേച്ചി? എനിക്ക് ഇതുപോലെ ചേച്ചിക്ക് ഇല്ലാത്ത നാണെ ശ്രീരേഖ ചേച്ചി നൈസായിട്ട് തങ്കടിക്കണ്ടല്ലോ. ചേച്ചിക്ക് വളച്ചൊടിച്ച് സംസാരിക്കാമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാമെങ്കിൽ എനിക്ക് ആ നാണെ എന്തിനു കാണിക്കണം? സംസാരിക്കാൻ നിങ്ങൾക്കുള്ള അത്രയും അവകാശം തന്നെ എനിക്ക് വീട്ടിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള നിങ്ങൾ എന്റെ വായിലുള്ള സ്പീക്കർ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ 2x ഓടിക്കണം. എന്ത് സ്പീഡിലേ സംസാരിക്കണേ. അങ്ങനെയൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കുടുംബക്കാരൊന്നുമല്ലല്ലോ. എല്ലായിടത്തും കയറി ഇടപെടം എന്നുള്ള ഒരു ചിലപ്പോൾ തലേന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയ്യിൽ പോയിട്ടുണ്ടാവും. സൈക്കോളജിസ്റ്റിനെ വേണമെങ്കിൽ ഒന്നുകൂടെ വരുത്താം. നിനക്ക് ഭ്രാന്താണോ പന്നി? നാട്ടുകാർ വന്ന് ചോദിക്കുമ്പോ മിണ്ടാണ്ടിരുന്നോളൂ. ആർക്കും അൻസിബയ്ക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട്. സവാള നിങ്ങൾ ഇങ്ങനെ ബാറ്റ് ഇങ്ങനെയല്ല പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. രണ്ട് കൈ ബാറ്റ് പഠിച്ചാൽ വീട്ടിൽ എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി സാധനം. നിലവാരം താഴാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ മേലെ സിബി ഫാന്റാസ്റ്റിക്, സൂപ്പർ, അടിപൊളി, അമേസിംഗ്. എനിക്ക് അറിയില്ല വേറെ സൂപ്പർ അടിച്ചിരുത്ത്. ഇനി ഇമോഷണലി അകത്ത് അതിന്റെ ഇടയ്ക്ക് ജാനു വന്നിട്ട് ശ്രീരേഖ ചേച്ചീനെ ശ്രീരേഖ എന്ന് വിളിച്ചു. അത് അവന്റെ അനീതിയാണ്. അത് ബഹുമാനിക്കണ്ടേ? ഒരു മെലോ ഡ്രാമയാണ് പെർഫോം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഈ വീക്കിലെ ആദ്യത്തെ ടാസ്ക് ആയിരുന്നു മെലോ ഡ്രാമ. ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയ എന്തെങ്കിലും സംഭവ വികാസങ്ങളെ ഒത്തിണക്കി ഒരു ഡ്രാമ രീതിയിൽ അവതരിപ്പിക്കുക. കഥയിലും സംവിധാനത്തിലും സംഭാഷണത്തിലും ഈ ഐഡിയ ബിഗ് ബോസിന് ഇന്നലത്തെ എപ്പിസോഡ് കൂടിയാണ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോമഡി വേണം. അപ്പൊ ഓരോ ടീം അവരവരുടെ റൂമിൽ പോയിരുന്ന് പ്ലാൻ ചെയ്യാൻ, എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് നോറ എന്തോ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് സായിയൊക്കെ ആയിട്ട് അടി. എന്താ നോറയുടെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. വേറൊന്നുമില്ല, നോറയ്ക്ക് ജാൻമണിനെ സ്കിറ്റി കയറ്റിയിട്ട് മറ്റേ തുപ്പിന്നൊക്കെ കാണിക്കണം. ബാക്കിയുള്ളവരത് സമ്മതിച്ചില്ല. അതുകൊണ്ട് നോറ സീനാക്കി. രശ്മിനോട് പോയി പറയണ് ഇവള് ആ ടീമാ അത് ഈ ടീമാ. പണിയോ ഇവളെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാരണം ഞാൻ സായി കലിപ്പിട്ട് ഇറങ്ങിപ്പോയി. സായിനെ സമാധാനിപ്പിക്കാൻ പുറകെ നന്ദനയും അഭിഷേകും പോയി. പരിപാടി കാണിക്കുന്നു. നോറ അബീനോട് നിനക്ക് ഒട്ടും പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല, ഞങ്ങൾക്ക് അറിയാത്. അതന്നെ സായി ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. എന്തുവാ ഇത്? സ്വന്തം ടീം തമ്മില് അടി ഇടി തെറിവിളി. സ്വന്തം ടീം തമ്മില് അടി ഇടി പിടി. ഈശ്വര എന്താ നോക്കുന്നത്? എന്റെ പൊന്നിന് പറയാനൊന്നും മിണ്ടാതിരിക്കോ. ചെവി തല കേൾക്കാൻ വേണ്ടിട്ടാണ്. ഈ കീരിയുടെ പോലത്തെ സൗണ്ട് ചെവിയിലേക്ക് തുളച്ചു കയറുന്നത്. പുല്ല്. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. കാര്യത്തിന് മോളെ എനിക്ക് ഇത്രത്തോളം പ്രശ്നം വേണ്ട. സായി കരയിലട മോനെ. പിടിക്കുന്നു മനുഷ്യന്. സായി എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ട. ബ്രെയിൻ മാറ്റി വെക്കും. ഇമ്പോർട്ടന്റ് ടാസ്ക് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ നോറയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അൻസിബയും ശരണ്യയും വന്നു. എന്ത് പറഞ്ഞിട്ടും അടുക്കാത്ത നോറയെ ഒറ്റ ഡയലോഗിൽ അൻസിബ ഫ്ലാറ്റ് ആക്കി. നീ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടാണ് നോറ വിചാരിച്ചു ഞാൻ നല്ല പ്ലെയർ ആണ്. എനിക്ക് നാണോ, എനിക്ക് സന്തോഷം കൊണ്ട് എന്നാലും എന്റെ നോറേ, ഈ കണ്ണീര് ഇത്ര പേർക്ക് കണ്ണീരവിടെ നിന്ന് വരുന്നടേ. നീ കുടിക്കുന്ന വെള്ളം മൊത്തം കണ്ണീരായിട്ടാണ് പുറത്തേക്ക് പോണേ. പവർ സ്റ്റിക്ക് ഇത് ഉപയോഗിച്ച് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ പവർ ടീം പവർ ഒന്ന് പരീക്ഷിക്കാൻ പോവാ. ഡെന്നത്തെ റൂം ലോക്ക് ചെയ്യണം. ഓക്കെ, ക്യാപ്റ്റൻ ഉൾപ്പെടെ നിപ്പുണ്ട്. ജിൻഡോ ഞാനുണ്ട് സൈഡില്. ഡെന്നത്തെ റൂം ലോക്ക് ചെയ്യും. അടയ്ക്കൂ സീസേ. ഡയലോഗായി ഡെൻ റൂം പൂട്ടിയിരിക്കുന്നു. ഇതാണ്ടാ പവർ. ജാസ്മിൻ ഞാൻ പെട്ടല്ലേ ഇതിന്റെ ഉള്ളില്. നമ്മൾ അവൾ അതിനകത്തിരിക്കുന്ന കണ്ടില്ല. അപ്പൊ അവര് പറഞ്ഞു ജാസ്മിൻ ഇരിക്കണത് ഞങ്ങൾ കണ്ടില്ല കേട്ടോ, ഞങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കണത് കണ്ടത്. നമ്മളെ പുറത്താക്കാനായിരുന്നു പ്ലാൻ. അതിന്റെ ഇടയ്ക്ക് ഗബ്രിയുടെ ബുദ്ധി വർക്കായിട്ട് ഗബ്രി നമ്മളെ പുറത്താക്കാൻ അവരുടെ പ്ലാൻ. അല്ലടോ അപ്സര എടാ മണ്ട ഇവള് ഇവിടെ ഇരിക്കണോണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അവരുടെ പ്രശ്നം. അപ്സരയ്ക്കും അർജുനും രശ്മിനും കാര്യം മനസ്സിലായി. പക്ഷെ ഗബ്രിക്കും ജാസ്മിനും ഇതുവരെ മനസ്സിലായിട്ടില്ല. നിന്നെ കണ്ടിട്ടാടി നമ്മളല്ല. എന്റെ പൊന്ന് അപ്സരെ, ബുദ്ധിയുള്ളവരോടെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നീ തുമ്പും മോനെ നോക്കണം. മനസ്സിലായി.
ജാസ്മിനോളോണ്ടാണെന്ന് ചോദിച്ചത് നമ്മളെ കളിക്കാൻ സമ്മതിക്കില്ല. അല്ല എന്തിനാണ് ഈ ജാസ്മിൻ അവിടെ വന്നിരിക്കണേ? എന്തിനാ? ജാസ്മിന്റെ ടീം അതാണ്, അവിടെയായിരുന്നു ഇരിക്കണ്ടായിരുന്നത്. ഗബ്രി, എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ പറയാണ്, തുറക്കൂ സീസേ. അപ്പൊ അർജുൻ, നിനക്ക് എന്ത് പവർ അടയുള്ളത്? എന്റെ മിസ്റ്റേക്ക് ആണ്. ഇത് പവർ റൂമിന്റെ പവർ, ഇങ്ങനെയൊക്കെ പവർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ജിൻഡോ വന്നിട്ട് കണ്ടില്ലേ, ഇങ്ങനെയും പവറൊക്കെ ഇവിടെ ഉണ്ട്. അപ്സരേച്ചി ഇവിടുന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു. അതല്ല പവർ, ദാറ്റ് ഈസ് ദ പവർ. കാരണം ഇവിടെ കണ്ട, ഇതാണ്ട പവർ. പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. രശ്മിന് വരെ മനസ്സിലായി, ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. മൊത്തത്തിലുള്ള ട്രാപ്പാണ്. ശരിക്കും നീ എന്തിനാ റൂമിൽ വന്നിരിക്കണേ? അർജുന് മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാൻ വന്നാന്ന് പറഞ്ഞു. പക്ഷെ ഈ ഡോർ ക്ലോസ് ചെയ്യുന്ന ടൈമില് അർജുന് മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കല്ലായിരുന്നു, അവളവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. നിങ്ങളെ പങ്കെടുക്കാൻ ഒക്കാത്തതിന്റെ കാരണക്കാരി ഞാനും കൂടെ ആയിരുന്നു. എന്റെ ജാസ്മിനെ, ഇതൊരു വീക്കിലി ടാസ്ക് ആണ്. എല്ലാവരും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോ നീ നിന്റെ ടീമിന്റെ കൂടെയാണ് ഇരിക്കേണ്ടത്. നിന്റെ ടീം ഈ ടീം അല്ലല്ലോ, അപ്പൊ അവിടെ പോയിരിക്കണമായിരുന്നു. ഒരു തെറ്റു ഞാൻ ചെയ്ത് ഓരോന്നും പറഞ്ഞു കൊടുത്ത് ആദ്യമേ അവിടെ ഒരു തീം കൊണ്ട്. ബട്ട് ജാസ്മിൻ ഇരുന്ന് ന്യായീകരിച്ചിട്ടിരിക്കുക. ഞാൻ അവിടെ മേക്കപ്പ് ചെയ്തു, ഞാൻ ഡ്രസ് ഇട്ടു, അവരെ ഡ്രസ് ഇടിച്ചു, അവരെ മേക്കപ്പ് ചെയ്തു, ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു, ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു, എന്നിട്ടാണ് ഞാൻ വന്നത്. അത്യാവശ്യമായിട്ട് എന്റെ വാഷ്റൂമിൽ പോകണം, എന്റെ വയറിന് അസുഖമുള്ള ഡോക്ടറെ എഴുതി എനിക്ക് ബാത്റൂമിൽ പോണം, വയറിന് അസുഖമുണ്ട്. ഓക്കെയാണ്, എനിക്ക് വോട്ട് ചെയ്തത് അവരാണ്, നിങ്ങളല്ല. ഞാൻ എന്റെ ക്യാപ്റ്റനാണോ അല്ലയോ? ജിൻഡോ ചേട്ടൻ എന്റെ ക്യാപ്റ്റനാണോ അല്ലയോ? ഇയാൾ എന്റെ ക്യാപ്റ്റനാണോ അല്ലയോ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. പൊന്നു ഗബ്രി, ഉത്തരം കൊടുക്കാൻ നീ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാൻ പറയാൻ. ക്യാപ്റ്റൻ എന്റെ ക്യാപ്റ്റൻ അല്ലാന്ന് ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കുന്നുട്ടാ. നീ പ്രഖ്യാപിച്ചിട്ട് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ധാരണ ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ ഒന്നും സംസാരിക്കുന്നത്. നിങ്ങൾ ശരിടാ, ശരി. ക്യാപ്റ്റനാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ചോദിച്ചു നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ജിൻഡോ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞതല്ല, പവർ ടീമിന്റെ അടുത്ത് ഒന്ന് പറയണത്. കേൾക്കരുത്, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഈ റൂം ഗബ്രിയുടെ ഫ്രസ്ട്രേഷൻ നോക്ക്. ഫുൾ അവിടെ ചേച്ചി പറ, ഞാൻ അവിടെ ഫുൾ അവിടെ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എടാ ജാസ്മിനെ ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കണേ? നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുഞ്ഞു നിൽക്കണ ക്യാപ്റ്റൻ. അയ്യേ, എന്ത് ഇങ്ങനെ നിക്കണേനാണ് കുഞ്ഞു നിൽക്കാന്ന് പറയാ? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നിക്കണേനെ കുമ്പിട്ട് നിൽക്കാന്ന് പറയാ. കുനിഞ്ഞു നിൽക്കണേന് വേറെ അർത്ഥാട്ടാ. ഞാൻ ഒരു പണിയെടുക്കൂല. മനോഹരമായ ഒരു പെർഫോമൻസ്. എന്റെ ഇടയ്ക്ക് സിബിൻ, എല്ലാരും ഇവിടെ വന്നിരിക്കൂ. ഇതിന്റെ അകത്താണ് മെലോ ഡ്രാമ നടക്കുന്നത്. എന്താ മെലോ ഡ്രാമ? ഓ സൂപ്പർ. എന്നെ തുറന്നുകൂടെ, എനിക്ക് പോകണം, എനിക്ക് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ കക്കൂസ് എഴുതൂല, അമ്മച്ചിയാണ് ഞാൻ കക്കൂസ് എഴുതൂല. നിലപാടില്ല. ശരണ്യൊക്കെ പവർ റൂമിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അർജുനും രശ്മിനും അപ്സരയും വല്ലതും അനങ്ങിയോ നോക്കിയേ. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. പ്ലേറ്റ് കൊടുക്കാം. കരുണാമയരായ പവർ ടീം ജാസ്മിന് ഫുഡ് കൊടുത്തു, പൈനാപ്പിള്. തുറന്നിടോ എന്നെ. ഇത് മേത്ത് വെച്ച് വെക്കുന്ന ജിന്റെ ചേട്ടാ, അവള് പിന്നെന്താ പോടോന്ന് പറഞ്ഞു. കേസ് കൊടുക്ക്. അവരുണ്ടായ ഇഷ്യൂല് എന്നെ കാലേ വാരി അടിക്കൂന്ന് പബ്ലിക് ആയിട്ട്. ഇവരെങ്ങനെയാണ് ഈ സ്പീഡിൽ സംസാരിക്കുന്നേ? പറ്റുന്നില്ലേ? ഞാൻ ഉറക്കം പറയാം. ജിൻഡോ കേൾക്കുന്നില്ല. ജാസ്മിൻ അവള് പതുക്കെ സംസാരിച്ചിട്ട് തന്നെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഉറക്കെ കൂടി സംസാരിച്ചുള്ള അവസ്ഥ ആലോചിക്ക്. ഇന്ന് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ മൈക്കിന്റെ സൗണ്ട് എഞ്ചിനീയറിന്റെ ചെവി അടിച്ചോണ്ടോ? പവർ റൂമിനെയോ ക്യാപ്റ്റനോ ഈ ഡോർ ഞങ്ങൾ തുറക്കണമെങ്കിൽ ഗബ്രി മാപ്പ് പറഞ്ഞാൽ. ഓക്കെ, അവസാനം പവർ ടീം തീരുമാനിച്ചു ഗബ്രി ചീത്ത വിളിച്ചതിന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിടാണ്. ഈ റൂം തുറക്കും, ഇല്ലെങ്കിൽ ഗബ്രി പറഞ്ഞു ഞാൻ മാപ്പ് പറയില്ലടാ. എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് പാഡ് ചേഞ്ച് ചെയ്യണം. പൂജ, നീ എന്തിനാണ് ഞങ്ങളെ കൺവിൻസ് ചെയ്യണേ? നീ അവനെ കൺവിൻസ് ചെയ്യ്. എന്റെ പൊന്നു പൂജ, അവൻ പറയില്ല എന്ന് പറഞ്ഞാ പറയില്ല. ഗബ്രി മാസാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണേ. കാരണം ഗബ്രി പുറത്ത് വിചാരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ മാസായി, ഞാൻ പൊളിയായി എന്ന് വിചാരിച്ചിട്ടോ. കണ്ടിരിക്കുന്ന എനിക്ക് തലവേദന വരുന്നു ഗൈസ്. എന്റെ പൊന്നു, എന്തുവാ ഇത്? ജാസ്മിൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ശരണ്യെ, അത് പോയിന്റ്. ഞാൻ നിന്റെ ഏട്ടനാണ്, ഞാൻ നിന്റെ അച്ഛനാണ്, ഞാൻ നിന്റെ അമ്മയാണ്. സിബിൻ, ഞാനൊരു ഡയലോഗ് പറയാം. ഞാൻ നിന്റെ എല്ലാമാണ്. ഞാൻ നിന്റെ ഭാര്യയാണെന്നൊരു പറഞ്ഞു. ഈ
താഴെ പോകാൻ ഇത്രയ്ക്കും ഈഗോ ഉള്ളവനാണോ ഗബ്രി? ഈഗോ മാത്രല്ല, അവന് താടിയും മുടിയും വരെ ഉണ്ട്. ഒഴിക്കണ്ടേ ഗബ്രി? അപ്പൊ സിബിൻ, എന്താ ഗബ്രി, നിനക്ക് ഇപ്പൊ വാഷ്റൂമിൽ പോണ്ടേ? ഇപ്പൊ നിനക്ക് വാഷ്റൂമിൽ പോകണ്ടേ ഗബ്രി? ഗബ്രി ആദ്യം പറഞ്ഞത് വാഷ്റൂമിൽ പോകണം, വാതിൽ തുറക്കാനാ. അത് കഴിഞ്ഞ് ഗബ്രി ഇപ്പൊ പറയുന്നു ഞാൻ മാപ്പ് പറയുന്നില്ല, നിങ്ങൾ എന്നെ ഇവിടെ പൂട്ടിട്ടോ, ഇവരെയൊക്കെ തുറന്നുവിട്. സിബിനെ ഞാൻ സഹിച്ചിരിക്കടാ സിബിനെ. എന്റെ പൊന്നു സിബിൻ, അത് ഡ്രാമയാണ്. നമ്മൾ തുറന്നു വിടാം, അവര് ഗെയിം കളിക്കുക പരിപാടി. ഇതിന് ജാസ്മിന് പീരീഡ്സ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പവർ ടീം അവരെ തുറന്നുവിട്ടു. ഗബ്രിയോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. അങ്ങനെ അവസാനം പവർ ടീം തുറന്നു കൊടുക്കാണെന്ന് ഇവരുടെ ഫ്രണ്ടിൽ നിന്ന് പറയാണ്. ഡോറ് തുറക്കുക, അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ആക്കിയപ്പോ നമ്മ ജയിച്ചിട്ടമാരാ. പ്ലീസ് ഓക്കെ. ആ ചിരിയിലുണ്ട് ഇത്രയും നേരം വുമൺ കാർഡ് ഇറക്കിയത് അവളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. എനിക്ക് മനസ്സിലാവാത്തത്, ഇവർ അവിടെ ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോ പുറത്ത് ഇവരല്ലേ തോക്കുന്നത്. ടീം ഡെൻ. അത് കഴിഞ്ഞ് ടാസ്ക് സ്റ്റാർട്ടായി. ആദ്യം വന്നത് നമ്മുടെ അപ്സരയുടെ ടീമായിരുന്നു. ജിനു ചേട്ടാ, ഈ വീട്ടിൽ സുന്ദരി ആരാ? തമ്പുരാട്ടി ആരാ? ജിനു ചേട്ടാ, കുത്തും. ജിനു ചേട്ടാ, എന്റെ മോനെ അർജുൻ കൊള്ളില്ല. I hate this guy. ജിനു ചേട്ടാ, ജിനു ചേട്ടാ, ഷേപ്പ് ഉണ്ടോ? അർജുന രക്ഷിത പൊളി. നിറച്ചായ അനു ഞാൻ ചായ ചോദിച്ചു. സൗണ്ട് അടക്കം നിങ്ങളുടെ കിട്ടിയേ. ഞാൻ ഇവിടെ വന്നതാണോ എന്റെ തെറ്റ്? ചായ ചോദിച്ചില്ലയോ? രശ്മിൻ ജാസ്മിനെ കളിയാക്കാണ്. അപ്പൊ ജാസ്മിൻ, എടി നീ എന്നെ കളിയാക്കാണല്ലേ? നോറ, ഒരു മിനിറ്റ്. നീ ആര്? എന്റെ മോന് പോളിസാനോ. ആരടി നോറ? നീ ആരടി? നീ ആര്? ഇല്ല, ഞാൻ നോറയാണെന്ന് പറയുന്നത്. നോറയ്ക്ക് ഇവിടെ ഐഡന്റിറ്റി ഇല്ലേ? നീ ആര്? നീ ആരടി? നീ ആര്? ജിൻചേട്ടാ, എന്റെ വീട്ടുകാരോ നിങ്ങളുടെ ജിൻഡോ ചേട്ടാ വിളി നീ ആര്? 2 ഡയലോഗ് ഉള്ളൂ, പക്ഷെ ഞാൻ പോകുന്നു. എന്നെ തല്ലി. യോ രശ്മിന് എന്താ പറ്റിയേ? സൂര്യ ഭഗവാൻ. ജിനു ചേട്ടാ, ജിനു ചേട്ടാ, ജിനു ചേട്ടാ, പോളിസാനം. നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. അടുത്ത നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ടീമായിരുന്നു. ഓ, അർജുനൻ ശ്രീതു. ഒന്നില്ല, വാഴത്തോട്ടത്തിലേക്ക് പോവാ. ഐസ്ക്രീം പാർലറിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഴത്തോട്ടത്തിലേക്ക് പോവാന്ന്. അതിന് ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. എടാ ഈ സൗണ്ട് അടക്കം അങ്ങനെ മാച്ച് ആയിട്ട്. എന്താ മോനെ? ജാസ്മിൻ, Who can speak? ഞാൻ നിന്റെ അച്ഛനാണ്, അമ്മയാണ്, ഡോക്ടറാണ്, പ്ലംബറാണ്, ടീച്ചറാണ്. റൂട്ട് മാറിക്കൊണ്ട് അത് വിടാ. ജാസ്മിൻ ഗബ്രി വധം. ഇന്ന് കുളിച്ചില്ലേടാ? ഞാൻ 2 ദിവസം കൂടുമ്പോൾ കുളിക്കലും നിനക്ക് അറിയില്ല ഗബ്രി. ജാസ്മിൻ ചിരിച്ചിരിക്കാം. ഗബ്രി കൊള്ളപ്പന്നികളെ ഞങ്ങളെ കളിയാക്കുന്നോടെ. നിൻമുഖം സന്ധ്യ. ഇത് കണ്ടിട്ട് ജാസ്മിനും ഗബ്രി മഴിഞ്ഞ്. ഗബ്രി നിനക്ക് എന്തിട്ട് കേട്ടാ? നിനക്കെന്താടാ? എന്തിട്ട് കേട്ടാ? ഗബ്രി ജാസ്മിൻ ജസ്റ്റ് ഇമാജിൻ, അകത്ത് ഇവരിങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പുറത്ത് എന്തായിരിക്കും അവസ്ഥ? നിനക്കെന്താടാ? നിനക്കെന്താടാ? ഇതാണോ? അതായത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശ്രീരേഖ ചേച്ചിനെ ഹിറ്റ് അടിച്ച സീനാണ് അവർ കാണിച്ചത്. ബിഗ് ബോസ്
നോറ അതിന്ന് ഉടക്കി നിന്നത് കൊണ്ട് തന്നെ നോറയ്ക്ക് അധികം സീൻ കിട്ടിയിട്ടില്ല. അടുത്തത് അർജുന്റെ താക്കോൽ അടിച്ചു മാറ്റാൻ ജിൻഡോ ചേട്ടൻ ചെയ്ത കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അർജുൻ, ഇതൊക്കെ എപ്പ സംഭവിച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ജിൻഡോ അതെന്റെ കീയാടാ. ഇതെന്റെ കീയാടാന്നൊക്കെ. എന്നാലതെന്തായിരിക്കും? 19 13 ഞാൻ പെട്ട പാട് എനിക്ക് അറിയത്തുള്ളൂ. 19 13 ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഇപ്പൊ 6 പിന്നെ വന്നിടുന്നൊക്കെ. അടുത്ത 6 കയറി വന്നിരിക്കുന്നല്ലോ. അയ്യോ എന്തായാലും കൊള്ളാം. ഒരു തൈ സായുടെ ടീമിന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. അവർക്ക് ആ ജാസ്മിൻ ഗബ്രി തന്നെ പിടിച്ചങ്ങോട്ട് പോയാൽ മതി. നന്ദൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസ് നമുക്കൊരു മണിയറിയാക്കാം. അടുത്ത ടീം നമ്മുടെ ജാസ്മിന്റെ ടീമാണ്. പുണ്യ പുരാണ ചരിത്ര നാടകം ഒന്നുകിൽ നീ ഇല്ലെങ്കിൽ ഞാൻ. ജാസ്മിൻ ആയിട്ട് തന്നെയാണ് അഭിനയിച്ചത്. ജിൻഡോ കിട്ട് ഫസ്റ്റ് തന്നെ ഒരു കൊട്ട് കൊടുത്തു. എതിരെ നിങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റുമോ പറ്റില്ലേ? ഗബ്രി ആയിട്ട് നമ്മുടെ ശ്രീരേഖ ചേച്ചിയായിരുന്നു. നിന്നൊരു ചിഹ്നഗ്രഹം തെറിച്ചു വീണ അതിന്റെ പേരെന്തോ? ജാസ്മിൻ രണ്ടിനെത്ര കാലുണ്ട്? ഞണ്ടിന് നീ എത്ര കാലാണോ പറയുന്നത് അത്ര കാലാണ് ഞണ്ടിനുള്ളത്. ശ്രീരേഖ ടീച്ചർ ആക്ടിങ് ഒരു രക്ഷയില്ലാട്ടാ. നൈസ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജാസ്മിന്റെ ആക്ടിങ് അത്ര പോരാ. റിയൽ ജാസ്മിൻ ഇതിനേക്കാളും ഓവർ ആക്ടിങ് ആണ്. നീ ഇവളെ തല്ലിട്ട് എന്താ ശ്രീരേഖ പോളിസാനും ജാനുമോണി ആയിട്ട് നമ്മുടെ അൻസിബ വന്നിട്ടുണ്ട്. എന്റെ മോനെ ഓർമ്മിച്ച് വെച്ച് കൊടുത്തു. എനിക്കൊരു ക്ലാസ് ഉണ്ട്. ശരി, ഇങ്ങനത്തെ ഇജാതി ടാസ്കുകളാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ ഗബ്രി, നിങ്ങളെന്തിനാ ചിരിക്കണേ? എനിക്ക് വലിയ ചിരിയൊന്നും വന്നില്ല ഇത് കണ്ടിട്ട്. പറഞ്ഞില്ല ജിൻഡോ ചേട്ടാ. എടി ജാസ്മിനെ, നീ എന്നെ കളിയാക്കാൻ കൂട്ടുന്നൂലെ. അങ്ങനെ എല്ലാ ടീമിന്റെ മെലോ ഡ്രാമ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ടീമിന്റെ ആയിരുന്നു. പക്ഷെ പോയിന്റ് കൊടുത്തത് നമുക്ക് നോക്കാം. എല്ലാത്തിനും പല പല കളറാക്കിയത് മോശം. അപ്പൊ ഈ 3 ടീമിന്റെ മെലോ ഡ്രാമ പെർഫോമൻസ് കഴിഞ്ഞു. ഇതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിശ്ചയിക്കുന്നത് പെട്ടിയിൽ വീഴുന്ന കോയിനുകളുടെ തുകയ്ക്കനുസരിച്ചാണ്. എത്തിയിരിക്കുന്നത് ടീം ടണൽ. നമ്മുടെ അപ്സരയുടെ ടീമിന് സെക്കൻഡും സായുടെ ടീമിന് തേർഡ്. എനിക്ക് പീരീഡ്സ് ആണ് മാറണമെന്ന് പറയുമ്പോ നീ സോറി പറയുമോ? അത് കഴിഞ്ഞ് നമ്മുടെ ജാസ്മിൻ അവിടെ നിന്ന് രാവിലത്തെ പ്രശ്നങ്ങളും അതൊക്കെ ജിൻഡോ ചേട്ടനോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. സോറി പറയുമോ? അത് 4 മടക്കി പോക്കറ്റ് വെക്കാൻ പറയണം. അപ്പൊ സിബിൻ അപ്പുറത്തുനിന്ന് ജാസ്മിനോട് ഓരോ ഡയലോഗ് പറയുന്നു, സിബിൻ അപ്പുറത്ത് നോക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടം എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? അപ്പൊ ഇപ്പൊ ആരാ ജയിച്ചേ? ഇതിന് വലിയ ഊക്ക് സ്വപ്നങ്ങളിൽ മാത്രം. പോയി തോട്ടി വീണിരിക്കുകയാണ്. അയ്യോ ജിൻഡോ. ആ ശിക്ഷ ജിൻഡോ ചേട്ടനും എല്ലാവരും അവിടെ നെഞ്ചു പോയി. ലാസ്റ്റ് അഭിഷേകിനെ പിടിച്ചു. അവനൊരു നിഷ്കളങ്കനാ. ഗബ്രീനെ കൺവിൻസ് ചെയ്യാണ്ട് വൈ യു ആർ കൺവിൻസിങ് അതർ പീപ്പിൾ. ജാസ്മിൻ അഭിഷേകിനോട് പറയാണ്. അപ്പൊ അഭിഷേകിനെ പറ്റി അവിടുന്ന് കമന്റ് വന്നു. അപ്പൊ അഭിഷേക് എന്നിട്ട് ഞാനിവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ദേവഗണം അസുരഗണം. അങ്ങനെ അവിടെ നിന്ന് നോക്കി കിട്ടി. ജാസ്മിൻ തിരിച്ചു പോവാണ് സായിയുടെ അടുത്തേക്ക്. സായി, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ശല്യം? അബദ്ധങ്ങൾ വരരുത്. നീതി കാണുമ്പോഴും നീ കയ്യൊഴിയാണ്. നീതിയാ? അഭിയാണ്. അഭി ശരി. ജാസ്മിൻ കളിക്കും, ഗബ്രിയും കളിക്കും. കളിക്കും. കള്ള ഇന്ന് സംസാരിക്കണം മറ്റേ സാധനം. അപ്പോ ജാസ്മിൻ ജിൻഡോ കാലുവാരി നിലത്തടിക്കും എന്ന് പറഞ്ഞതിന് കോർട്ട് റൂം നടത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തീരുമാനം ജിൻഡോക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നേക്കാണ്. കുറച്ച് മെലോ ഡ്രാമാസ് ഇല്ലേ, അതൊക്കെ കാരണം ഞങ്ങൾ എടുത്തിട്ട് ടയർഡാണ്. അപ്പൊ സിബിനൊക്കെ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഒരു മൂഡില്ല, ഇന്ന് കോർട്ട് നടത്തണില്ല. എനിക്ക് ഇന്നാണ് തീരുമാനം തീരുമാനം ഇല്ല ജാസ്മിൻ. അതാണ് ജനാധിപത്യമല്ലേ ചെയ്യുന്നത്. അപ്പൊ ജാസ്മിൻ, ഇതെന്ത് ജനാധിപത്യം? ഒരാൾ പറഞ്ഞ കേൾക്കൂലല്ലോ. സിബിൻ,
ജനാധിപത്യത്തിൽ എന്താ മോളെ, ഭൂരിപക്ഷത്തിന്റെ തീരുമാനം നടപ്പിലാക്കും. ഭൂരിപക്ഷത്തിന് നിന്ന് നടത്തണ്ടെന്നാണ്, അതുകൊണ്ട് നടത്തുന്നില്ല. ഭൂരിപക്ഷം പറഞ്ഞ വേണ്ട. മെജോറിറ്റി ആൾക്കാരെ നിങ്ങൾ ഒപ്പിച്ച് വെച്ചതിനകത്ത് ഇപ്പൊ നമുക്കൊന്നും ജാസ്മിൻ, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ നല്ല ജനാധിപത്യം. മോള് ഇവിടെ നിന്ന് പുഴുങ്ങി മതി പോ. നിന്ന് നോക്കുക അങ്ങാണ് പാവം. സിബി, നീ പണി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ചെയ്തില്ല. അപ്പൊ എന്റെ ഒരു കാര്യം എന്താണ് അൻസിബ, പിന്നെ ഇവളുടെ ഷോ കാണാൻ എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ. ഇത്രയും കാണിക്കരുത് സിബിൻ. നിനക്ക് നിന്റെ അടുത്തൊന്നും ഒരു മനുഷ്യത്വം കാണിക്കണ്ട. നിങ്ങൾ അതിന്റെ അത് നീ അർഹിക്കുന്നില്ല. നീ അർഹിക്കുന്നില്ലടി. ഇവിടെ കിടന്ന് കാണിക്കുന്ന മെലോ ഡ്രാമ കാണണം. അങ്ങനെ കാണിച്ചിട്ട് സിബിനോട് അയ്യോ അവന്റെ അമ്മയെന്ന് പറഞ്ഞ് തല ഇറങ്ങി വീണ് ജാസ്മിന് പിന്നെ ഊക്കുന്നു. അയ്യോ അയ്യോ അമ്മ 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 അമ്മ. അഭിഷേക്, ആരെങ്കിലും ഒന്ന് കൃത്രിമ ശ്വാസം കൊടുക്കൂ. കൃത്രിമശ്വാസം കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കാം. എന്നെ തോളെടുത്താ ജാസ്മിൻ നിന്ന നിപ്പിൽ ഉരുകി തീർന്നെങ്കിൽ പുല്ല് ഇവരെന്നെ ഊക്കണതും കാണാൻ വയ്യ. ജാസ്മിൻ, പുല്ല് ഇവരെന്നെ പിന്നെ ഊക്കാവണം. ഒരാളുണ്ട്. ഇവർക്ക് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കാണിച്ച ഡ്രാമ പുറത്ത് ഡ്രാമയാന്ന് അവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. ദൈവമേ കാത്തോളണേ. എന്നെയും ജാസ്മിനെ തെറ്റിക്കാന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഡയലോഗാണ് ഹൈലൈറ്റ്. ആ ദിവസം തൊട്ട് അവര് ചാത്ത് കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. എന്നോട് പറയാണ്, ഈ വൈൽഡ് കാർഡുകളുടെ ഒക്കെ പ്രൈമറി ഗോൾ എന്നെയും ജാസ്മിനെ തെറ്റിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? പുറത്ത് ഞങ്ങൾ സൂപ്പറാണ്. അപ്പൊ ലാലേട്ടനും നിങ്ങളെ തെറ്റിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടനും അത് കുറെ പറഞ്ഞായിരുന്നേ. ചേഞ്ച് ആളുകൾ മനസ്സിലാക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ ആ പിടിവിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള. ഈ ഡയലോഗ് ഞാൻ എവിടെയോ. ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ആര് പറഞ്ഞിട്ടാണെങ്കിലും എന്റെ അപ്പൻ നേരിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ജാസ്മിന്റെ കൈ വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ള. നീ കൈവിടണ്ട, നീ പിടിച്ചോണ്ടിരുന്നു. ജന്മം മൊത്തം പിടിച്ചോണ്ടിരുന്നു. പുറത്തിറങ്ങിയാലും പിടിച്ചോണ്ടിരിക്കണം. ഇവിടത്തെ ലൈറ്റ് മാത്രം ഓഫ് ചെയ്തേ. അതിന് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഡെൻ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ലൈറ്റ് ഓഫ് ആയി. അപ്പൊ ഗബ്രി, എന്താ ഇവിടത്തെ മാത്രം ലൈറ്റ് ഓഫ് ആക്കിയേ? ഇനി പവർ ടീം എങ്ങാനും. അപ്പൊ ജാസ്മിൻ, അല്ലടാ ഇവിടത്തെ ഫസ്റ്റ് ഓഫ് ആവും, പിന്നെ അങ്ങനെ ഓഫായി വരാം. ഓരോന്നോരോന്ന് ഓഫ് ആവും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നല്ല കോണ്ടന്റ് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ഇന്നലെയാണ് കണ്ടത്. എന്തായാലും 38ന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. 39ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ